ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വോ. എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾക്കിങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെയുള്ള ഈ അമിതമായ കോപം അല്ലെങ്കിൽ അമിതമായ ദേഷ്യം നിയന്ത്രിക്കാനുള്ള കുറച്ച് വഴികളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ദേഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സന്തോഷം, നമ്മുടെ സങ്കടം, ഇതുപോലെ ഇങ്ങനെയുള്ള വികാരങ്ങളെ പോലെ എല്ലാ മനുഷ്യരിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. എന്നാൽ ഈ അമിതമായ ദേഷ്യം, അമിതമായ കോപം എന്ന് പറയുന്നത് നമ്മൾ അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അമിത കോപത്തിന് പല കാരണങ്ങളും ഉണ്ട്. നമുക്ക് ഈ ഡിപ്രഷൻ ഉണ്ടാവുമ്പോൾ, അതേപോലെ ആങ്സൈറ്റി, ഈ കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ അവയിൽ ചില കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെയുള്ള പരിഹാരം കാണേണ്ട രീതികളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ അമിത കോപം നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള വഴികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാവിനെ അടക്കി വെക്കുക എന്ന് പറഞ്ഞത്. അതായത് പറഞ്ഞ വാക്കും തൊടുത്ത അമ്പും ഒരുപോലെയാണെന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ദേഷ്യം കൂടുമ്പോൾ നമുക്കൊരു കൺട്രോൾ ഇല്ലാതെ പറയുന്ന പല കാര്യങ്ങളും അത് കാര്യം കൂടുതൽ ഗുരുതരമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്നേഹത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാതെയാണ് പലരും പലതും പറഞ്ഞു പോവുക. ആ സമയത്ത് ബന്ധങ്ങൾ തന്നെ ഇല്ലാതാവാൻ ഇത് ഒരു വലിയ കാരണമായേക്കാം. അതുകൊണ്ട് നിങ്ങളെ നാവിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം. മനസ്സിനെ അടക്കി നിർത്താൻ ശീലിക്കണം. ഇതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ എല്ലാം കഴിയുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രതികരിക്കാൻ. അങ്ങനെ ഒരു ശീലം നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. നല്ല ദേഷ്യം വരുമ്പോൾ നിങ്ങൾ 100 തൊട്ട് ഒന്ന് താഴേക്ക് എണ്ണി നോക്കാൻ ശ്രമിച്ചു നോക്കുക. അതേപോലെ കണ്ണടച്ച് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുക. നിങ്ങൾ ദേഷ്യപ്പെടുന്ന ഒരാളോട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു നല്ല നിമിഷങ്ങൾ, ആസ്വദിച്ച ആ കുറച്ച് നല്ല നിമിഷങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. സോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ദേഷ്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ദേഷ്യം വരുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ദേഷ്യം വരാനുള്ള കാരണം, അതും അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ച് നോക്കുക. അതായത് എന്തിനാണ് അല്ലെങ്കിൽ ആരോടാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്, ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും അതേപോലെ ശാരീരിക ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഒരുപാട് ദേഷ്യപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ പ്രതികരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പല ആളുകളുമായിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധങ്ങൾ ഇല്ലാതാക്കാൻ അത് കാരണമാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് പിന്നീട് ഉള്ള ഒരു കാര്യം. അതായത് എല്ലാം ഇങ്ങനെ മനസ്സിലൊതുക്കി ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി കൊണ്ട് നടന്നെന്ന് വിചാരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ചില ആളുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ എല്ലാം ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലൊതുക്കി നടക്കുന്ന ആളുകളിൽ പ്രകടമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അവർ അധികം സംസാരിക്കാതിരിക്കും, അതേപോലെ ചിരിക്കാതിരിക്കും, പിന്നെ വെറുതെ ഇങ്ങനെ നടന്ന് കളിക്കുന്നത് കാണാം. ഈ വാതിലൊക്കെ ഇങ്ങനെ വലിച്ചടയ്ക്കും, പിന്നീട് വെറുതെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പെട്ടെന്ന് നമുക്ക് റിപ്ലൈ ഒന്നും തരില്ല, മറുപടി അവർ തരില്ല. അവരിങ്ങനെ ജസ്റ്റ് ഒരു മൂളൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കോപം വരുമ്പോൾ നമ്മൾ ഈ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഒരു ഫലമില്ലാതാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ അവിടെ നമ്മൾ പഠിക്കും. കൂടാതെ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ വേറൊരാൾക്കും അവിടെ ഒരു ഉപദ്രവം ഉണ്ടാവുന്നില്ല. അതുപോലെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെ റിയാക്ഷൻ എന്താണെന്ന് കൂടെ നമുക്ക് ആസ്വദിക്കാനും സാധിക്കും. സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നീടുള്ള കാര്യം. നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. ജീവിതത്തെ നല്ല രീതിയിൽ കാണുന്നവർക്കും അതേപോലെ കുറച്ചൊക്കെ നർമ്മബോധമുള്ള ആളുകൾക്കും വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണിത്. ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും നമുക്ക് വളരെ നിസ്സാരമായിട്ട് നോക്കിക്കാണാൻ ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കും. നമുക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സന്തോഷമുള്ളൊരു മനസ്സുകൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഏതൊരു
പ്രശ്നമായാലും അതിനെന്തായാലും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താം. അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശാന്തമായിട്ട് പ്രതികരിക്കാനും അതേപോലെ ഇങ്ങനെയുള്ള ഓരോ പ്രകോപനങ്ങളിൽ അടിമപ്പെട്ടു പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ നമുക്ക് മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ദേഷ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ നടന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താനും തീരുമാനങ്ങൾ എടുക്കാനും ശ്രദ്ധിക്കുക. കഴിയാവുന്ന മാർഗങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വിദഗ്ധരുടെ ഉപദേശം തേടാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ എന്താണ് ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, മുൻകോപം എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനൊരു പരിഹാരമല്ല. അത് നിങ്ങളെ കൂടുതൽ ശാരീരികമായും മാനസികമായും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് എത്തിക്കുകയേ ചെയ്യുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കോപം വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് സ്വയം ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.